ഇപ്പം നടക്കുന്ന ടാസ്കുകൾ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടാൻ വേണ്ടിയുള്ള ഫൈനൽ ടാസ്കുകളാണോ അത് ടിക്കറ്റ് ടു ഫിനാലേക്ക് മുമ്പുള്ള ടാസ്കുകളാണോ? ഇത് ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞ അൺഫെയർ ആയിട്ടൊരു ഡിസിഷൻ അല്ലേ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളികൾ എന്ന് പറഞ്ഞിട്ട് ഇത് ഗ്രൂപ്പ് കൊടുത്തിരിക്കുകയാണ്. വീണ്ടും ഗ്രൂപ്പ് ടാസ്കുകളാണ് നടക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇത് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലേക്ക് മുമ്പുള്ള ടാസ്കുകളാണെന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും ഏത് ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത് അവർക്കൊരു ബോണസ് പോയിന്റ് എന്തോ കിട്ടും. ഇത് ടിക്കറ്റ് ടു ഫിനാലേക്ക് അവർക്ക് യൂസ്ഫുൾ ആവും. ആ രീതിയിലാണ് ഈ ടാസ്കുകൾ പോകുന്നത്. ഇത് 2 ആഴ്ചത്തെ ടാസ്കുകളാണ്. അതിൽ നിന്ന് ജയിക്കുന്ന ടീമിന് പോയിന്റ്സ് കിട്ടുകയും അവർക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത ടിക്കറ്റ് ടു ഫിനാലേക്ക് അത് ഉപയോഗിക്കാനും പറ്റും. തീരാറാവണേന് തൊട്ടുമുമ്പുള്ള വീക്കിൽ തന്നെ ആയിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ നടക്കുക. അപ്പോഴത്തേക്കും കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ടിക്കറ്റ് ടു ഫിനാലേക്ക്. ഇനി ഒരു മിഡ് വീക്ക് എവിഷൻ നടക്കും, അല്ലാതെ എവിഷൻസ് ഒക്കെ നടക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് ടു ഫിനാലെ ഉണ്ടാവുക. ഇത് ടിക്കറ്റ് ടു ഫിനാലയുടെ ഫൈനൽ ടാസ്ക് അല്ല. എന്നാൽ ഈ ടാസ്കുകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് പല ടാസ്കുകളും കളിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്ന് തന്നെ കുറെ പേർക്ക് കളിക്കാൻ പറ്റിയില്ല ഈ ടാസ്കുകൾ. അതുപോലെ തന്നെ ടീം തിരിച്ചേക്കുന്നതിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. വീക്ക് ആയിട്ടുള്ളവർ മൊത്തത്തിൽ ഒരു ടീമിലും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒരു ടീമിലും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു കളിയായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിലും ബിഗ് ബോസ് ഇനി ഇപ്പം ശരിക്കും പറഞ്ഞ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാസ്കുകൾ തന്നെയായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ടാസ്കിൽ എഫോർട്ട് ഇടാനും മറ്റു പ്രേക്ഷകർ അതനുസരിച്ച് വിലയിരുത്തുകയൊക്കെ ചെയ്തേനെ. ഇത് കുറച്ച് പേര് ചിലത് കളിക്കാണ്ട് മാറിയിരിക്കുമ്പോൾ അവരുടെ ഒരു അവസരം അങ്ങനെ നഷ്ടപ്പെടുവാണ്. പിന്നെ 2 ആഴ്ച ഫാമിലി വീക്ക് ആണല്ലോ, അതിന്റെ ഒപ്പം കുറച്ച് ടാസ്കുകളും എന്തെങ്കിലുമൊക്കെ കൊടുത്താലാണല്ലോ ഒരു ഇതുള്ളൂ. അതുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും. ഫാമിലി വീക്ക് ആണെങ്കിലും കുറച്ച് ബോറൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫാമിലി വീക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലെ ടിക്കറ്റ് ടു ഫിനാലേക്ക് മുമ്പുള്ള ഈ ടാസ്ക് ആണെങ്കിൽ പോലും ഇത് ഗ്രൂപ്പായിട്ട് കളിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ അവസാന ആഴ്ചകളാവുമ്പോൾ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ലായിരുന്നോ ടാസ്കിലൂടെ ആണെങ്കിലും എല്ലാത്തിലും കാണേണ്ടിയിരുന്നത്? പിന്നെ എന്തിനാണോ ബിഗ് ബോസ് പറഞ്ഞത് ഇനി ടീമൊന്നും ഇല്ലാന്നും പറഞ്ഞ് പവർ ടീമും എല്ലാം എടുത്തു കളയുകയും ചെയ്തു, ഇനി ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാം കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഗ്രൂപ്പ്. എന്തായാലും ഈ സീസൺ മൊത്തത്തിൽ അങ്ങനെ കുളമായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?